നമസ്കാരം. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി. അതുകൊണ്ട് തന്നെ അയ്യങ്കാളിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. നമുക്കിന്ന് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ വിരളമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ അദ്ദേഹം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ച വ്യക്തി, അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവ്, താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതുൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകൻ, സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യനില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസമെന്ന് തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകൻ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ, അതാണ് അയ്യങ്കാളി. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്കാട്ടുവിളയിൽ ജനനം. ബാല്യകാല നാമം കാളി. പിതാവ് അയ്യൻ, മാതാവ് മാല. വീട്ടുപേര് പ്ലാവത്തറ വീട്. ഒന്നുകൂടി പറയാം. 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂരിലെ പെരുങ്കാട്ടുവിളയിൽ ജനിച്ചു. തിരുവനന്തപുരം ജില്ല. ബാല്യകാല നാമം കാളി. പിതാവ് അയ്യൻ, മാതാവ് മാല. വീട്ടുപേര് പ്ലാവത്തറ വീട്. 1893 വില്ലുവണ്ടി സമരം നയിച്ചു. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തു. 1898 ആറാലുംമൂട് ലഹളയ്ക്ക് നേതൃത്വം നൽകി. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യ സായുധ കലാപമാണ് ആറാലുംമൂട് ലഹള. 1893 വില്ലുവണ്ടി സമരത്തിനും 1898 ആറാലുംമൂട് ലഹളയ്ക്കും നേതൃത്വം നൽകിയ വ്യക്തി. 1904-05 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. 1898 തന്നെ ചാലിയത്തെരുവ് ലഹളയ്ക്ക് നേതൃത്വം നൽകി. 1904 ആദ്യ ദളിത് സ്കൂള് വെങ്ങാനൂരിലെ കട്ടക്കലയിൽ സ്ഥാപിച്ചു. 1905 കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ചു. ഈ കുടിപ്പള്ളിക്കൂടം പിന്നീട് ശ്രീ അയ്യങ്കാളി പുതുവൽ വിളാകം സ്കൂളായി മാറി. റിപ്പീറ്റ് ചെയ്യുന്നു. 1904-05 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകി. 1898 ചാലിയത്തെരുവ് ലഹള നയിച്ചു. 1904 ആദ്യ ദളിത് സ്കൂൾ വെങ്ങാനൂരിലെ കട്ടക്കലയിൽ സ്ഥാപിച്ചു. 1905 വെങ്ങാനൂരിൽ തന്നെ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. ഇത് പിന്നീട് ശ്രീ അയ്യങ്കാളി പുതുവൽ വിളാകം സ്കൂളായി മാറി. 1907 സാധുജന പരിപാലന സംഘം വെങ്ങാനൂരിൽ സ്ഥാപിച്ചു. മുഖപത്രം സാധുജന പരിപാലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി 1913 തൊട്ടാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പന്തറ കാളിച്ചോദിക്കറുപ്പൻ. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോദിക്കറുപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനി തന്നെ. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്ന്. ഒരു തവണ കൂടി സാധുജന പരിപാലനയെക്കുറിച്ച് പറയാം. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം 1913 പ്രസിദ്ധീകരണം ആരംഭിച്ചു. സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോദിക്കറുപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്ന്.
1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ ആയി. 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യ ദളിതനാണ് അയ്യങ്കാളി. നീണ്ട 28 വർഷക്കാലം അദ്ദേഹം അവിടെ അംഗമായി തുടർന്നു. 1912 ഫെബ്രുവരി 27 സഭയിൽ ആദ്യമായി പ്രസംഗിച്ചു. 1912 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1912 തന്നെ നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകി. ഒരു തവണ കൂടി 1912 ഫെബ്രുവരി 27 ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യമായി പ്രസംഗിച്ചു. 1912 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകി. 1913 കൊച്ചി പുലയസഭ സ്ഥാപിച്ചു. 1915 കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകി. ഈ കല്ലുമാല സമരം തന്നെയാണ് പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത്. പെരിനാട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 1913 കൊച്ചി പുലയസഭ സ്ഥാപിച്ചു. 1915 കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകി. 1915 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള ഇതിന് നേതൃത്വം നൽകി. ഊരൂട്ടമ്പലം സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെന്ന പഞ്ചമി എന്ന പെൺകുട്ടിയെ എല്ലാവരും പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ സമരം നടന്നത്. ഇത് കൊല്ലവർഷം 1990 നടന്നതുകൊണ്ട് ഇത് 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നു. 1915 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യങ്കാളി. 1937 ഗാന്ധിജിയെ കണ്ടുമുട്ടി വെങ്ങാനൂരിൽ വച്ച്. 1941 ജൂൺ 18 അന്തരിച്ചു. ശവകുടീരം പാഞ്ചജന്യം, പഴയ പേര് ചിത്രകൂടം, വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും. 1937 ഗാന്ധിജിയെ കണ്ടുമുട്ടി വെങ്ങാനൂരിൽ വച്ച്. 1941 ജൂൺ 18 അന്തരിച്ചു. ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം അഥവാ പഴയ പേര് ചിത്രകൂടം, വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. എഴുതിയതിൽ തെറ്റുണ്ട്, പ്രതീക്ഷിക്കുന്നു അല്ല, പ്രതിഷ്ഠിക്കുന്നു. തെറ്റ് തിരുത്തണേ. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാൾ 1914. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ 1914. അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡ്. അയ്യങ്കാളി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. അയ്യങ്കാളി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്, അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. അയ്യങ്കാളി പ്രതിമയുടെ ശില്പിയാണ് ഇസ്ര ഡേവിഡ്. തപാൽ വകുപ്പ് അയ്യങ്കാളിയുടെ സ്മരണയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കി 2002 ഓഗസ്റ്റ് 12. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് 2010. ഒരു തവണ കൂടി. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡ്. അയ്യങ്കാളി പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് 2010. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാൾ VJT ഹാൾ.
കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാൾ VJT ഹാൾ. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ചു പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല കേരള കേന്ദ്ര സർവകലാശാല, കാസർഗോഡ്. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ചു പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല കേരള കേന്ദ്ര സർവകലാശാല, കാസർഗോഡ്. പ്രധാന വിശേഷണങ്ങൾ. പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ആധുനിക ദളിതരുടെ പിതാവ് എന്ന് അയ്യങ്കാളി അറിയപ്പെടുന്നു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് EK നായനാർ വിശേഷിപ്പിച്ചു. പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന വിപ്ലവ നേതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് EK നായനാർ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് P. സനൽമോഹൻ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് P. സനൽമോഹൻ. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന കൃതി രചിച്ചത് THP ചെന്താരശ്ശേരി. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന കൃതി രചിച്ചത് THP ചെന്താരശ്ശേരി. മഹാത്മാ എന്ന വിളിപ്പേരുള്ള ഏക മലയാളി. ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് P. സനൽമോഹൻ. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന കൃതി രചിച്ചത് THP ചെന്താരശ്ശേരി. മഹാത്മാ എന്ന വിളിപ്പേരുള്ള ഏക മലയാളി അയ്യങ്കാളി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.